എവറസ്റ്റ് കീഴടക്കുക എന്നത് ഭൂരിഭാഗം പർവ്വതാരോഹകരുടെയും ജീവിത സ്വപ്നമാണ്. എന്നാൽ കാതിന് കേൾക്കാൻ അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാട് മാത്രമല്ല, അങ്ങ് കൊടുമുടിയിലും മാലിന്യ കൂമ്പാരമാകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. IAS ഓഫീസർ സുപ്രിയ സാഹു സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ചർച്ചാ വിഷയം. എവറസ്റ്റ് കൊടുമുടിയിൽ വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ഒരു പർവ്വതാരോഹകൻ എവറസ്റ്റിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുകയും വൃത്തികെട്ട അവസ്ഥയിലാണ് കൊടുമുടി എന്ന് വിശേഷിപ്പിക്കുന്നതുമാണ് വീഡിയോ. 20 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പ്ലാസ്റ്റിക് ബാഗുകൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നിവ വ്യാപകമായി കിടക്കുന്നത് കാണാം. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. എവറസ്റ്റ് കൊടുമുടി പോലും മനുഷ്യൻ വെറുതെ വിട്ടില്ല, അവിടെയും മാലിന്യ കൂമ്പാരമാക്കി. ഇത് ഹൃദയഭേദകമായ കാഴ്ചയാണ് എന്നാണ് സാഹു എന്നയാൾ പ്രതികരിച്ചത്. ഏറെ പ്രസിദ്ധവും ഐതിഹ്യവും നിറഞ്ഞ എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് ഇത്തരമൊരു വാർത്ത ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയാനകമായ കാഴ്ചയാണ് എന്നായിരുന്നു മറ്റൊരു കമന്റ്. മെയ് 29-നാണ് ആദ്യമായി മനുഷ്യൻ എവറസ്റ്റ് കയറിയത്. ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കി. കൃത്യം 70 വർഷം പിന്നിടുമ്പോഴാണ് മനുഷ്യനാൽ കൊടുമുടിയും നശിക്കുന്നു എന്ന വാർത്തകൾ വരുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.